കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും ഇതായിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇതാ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നിരിക്കുന്നു. കർത്താവായ യേശുവേ, ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ലോകം മുഴുവൻ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ. അവരുടെ ഹൃദയവികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന കർത്താവേ, അവരുടെ വേദനകളും ദുഃഖങ്ങളും അറിയുന്ന കർത്താവേ, അവരുടെ ആകുലതകളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും ഞാനിതാ സമർപ്പിക്കുന്നു കർത്താവേ. അവിടെ എല്ലാ വേദനകളോടും ദുഃഖങ്ങളോടും കൂടെ, തകർച്ചകളോടും തളർച്ചകളോടും കൂടി കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനയെ അങ്ങ് കേൾക്കണമേ. ഈശോയെ, നീ പറഞ്ഞുവല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. കർത്താവേ, ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വന്തമായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാമോദീസ വഴി അങ്ങയുടെ സ്വന്തമായി തീരുകയും അങ്ങയുടെ പരിശുദ്ധമായ നാമം സ്വന്തമാക്കുകയും ചെയ്ത അങ്ങയുടെ മക്കളിതാ അങ്ങയുടെ നാമം വിളിക്കുന്നു കർത്താവേ. നിന്റെ നാമത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴിക്കണമേ എന്ന് യേശുവേ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്വതന്ത്രമായി സ്തുതിക്കുക കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, യേശുവേ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ വേദനകൾ അറിയണമേ, വേദനകൾ അറിയണമേ, ദുഃഖങ്ങൾ അറിയണമേ, കഷ്ടതകൾ അറിയണമേ കർത്താവേ, അറിയണമേ കർത്താവേ. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മളോട് പറയുന്നു, നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് വേണ്ടി ജീവൻ പോലും സമർപ്പിച്ച കർത്താവ് നമ്മളോട് പറയുന്നു, മക്കളെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ജീവിതത്തിന്റെ വേദനകളിലും തകർച്ചകളിലും
അസ്വസ്ഥതകളിൽ നിന്നും രോഗപീഠകളിലും പെട്ട് തളർന്നു പോയിരിക്കുന്ന എല്ലാവരും ഈശോ വിളിക്കുന്നു. കർത്താവായ ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. ഈശോയാണ് നമ്മളോട് ഇത് പറയുന്നത്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി പാടുപീഠകളേറ്റ് മരിച്ച കർത്താവ് നമ്മളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. തന്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് എന്റെ പരിശുദ്ധാത്മാവിനെ നൽകും. ആ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ സൗഖ്യമായി, നമ്മുടെ വിടുതലായി, നമ്മുടെ സ്നേഹമായ ശക്തിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിത കടന്നു വരുന്നു. ശാന്തമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ, രക്ഷക വരേണമേ എന്ന് വിളിച്ച് നമുക്ക് കർത്താവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ജീവിതത്തിന്റെ തകർച്ചകളിലായിരിക്കുന്ന എല്ലാവരും, വേദനകളിൽപ്പെട്ട് വിഷമിക്കുന്ന എല്ലാവരും, രോഗപീഠകളിൽപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്ന എല്ലാവരും, സാമ്പത്തിക ഞെരുക്കങ്ങളിൽപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാവരും, കുടുംബ തകർച്ചകളിൽപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാവരും, തിന്മയുടെ ബന്ധനങ്ങളിൽപ്പെട്ട് അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ മക്കളും യേശു നാമം വിളിക്കട്ടെ. കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ രക്ഷയും സൗഖ്യവും. യേശുവേ വരേണമേ, നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സ്നേഹമാ വരേണമേ. എല്ലാവരും ഒരുമിച്ച് പാടാം. യേശുവേ കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന അനേക മക്കൾ സമാധാനമില്ലാതെ വിഷമിക്കുന്ന മക്കളാണ് കർത്താവേ. അപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന സമാധാനത്തിന് വേണ്ടി കേഴുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, സ്വർഗീയമായ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച കർത്താവേ, ആ ദൈവിക സമാധാനം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കുവാനായി ഈ നിമിഷം ശാന്തിയായി എന്നിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ ഇതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ ശാന്തിയായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന അനേക മക്കൾ ശക്തിയില്ലാതെ വേദനിക്കുന്നവരാണ് കർത്താവേ. ജീവിതത്തെ തളർന്നുപോയ മനുഷ്യർ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ധൈര്യമില്ലാതെ ശക്തിയില്ലാതെ വിഷമിക്കുന്നവർ, പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകുന്നവർ,
പ്രലോഭനങ്ങളെ കീഴടക്കുവാനും അതിജീവിക്കുവാനും ശക്തിയില്ലാതെ വീണുപോകുന്ന മനുഷ്യർ, കർത്താവായ യേശുവേ, അവരെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ ഏച്ച് ശക്തിപ്പെടുത്തിയതുപോലെ കർത്താവായ യേശുവേ, ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ തളർന്ന മനുഷ്യരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങളിതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഈ നിമിഷം ഈ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി ഈ നിമിഷം ഒഴുകട്ടെ, എല്ലാ മനുഷ്യരിലേക്കും ശക്തി പ്രവഹിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്ന ഹൃദയങ്ങൾ ഉണരട്ടെ, മനസ്സുകൾ ഉണരട്ടെ, ശരീരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ജീവിതം ശക്തി പ്രാപിക്കട്ടെ. കർത്താവായ യേശുവേ, നിന്റെ കരസ്പർശനത്താൽ അവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവേ, ഈ നിമിഷം ശക്തി അവരിലേക്ക് ഒഴുകട്ടെ, ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തിയാൽ അവരെല്ലാവരും നിറയട്ടെ, നിറയട്ടെ. കർത്താവേ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയായ ഇതിലേക്ക് വരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ ശക്തിയായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. സ്തോത്രം. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുകയും അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടുകൂടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ രോഗികളെയും അങ്ങനെ കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് വന്ന രോഗികളോട് കരുണ കാണിക്കുകയും അവരുടെ മേൽ അനുകമ്പ തോന്നി അവരെ സ്പർശിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ കൃപയുടെ കരം ഇപ്പോൾ എല്ലാ രോഗികളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധത്തിലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവേ, ശാരീരികമായ പീഡനം മൂലം രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, പിഞ്ചു പൈതങ്ങളെ സമർപ്പിക്കുന്നു. രോഗികളായ ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ കുഞ്ഞുകുട്ടികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ജന്മത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ രോഗികളായി തീർന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ചേർന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, നിന്റെ കൃപയുടെ കരം ആ കുഞ്ഞുങ്ങളിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി, ശക്തിയുടെ കരം ആ കുഞ്ഞുങ്ങളുടെ മേൽ ഉയരുന്നു, ഈ നിമിഷം ഉയരുന്നു. ശക്തി പ്രാപിക്കട്ടെ, കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ, രോഗപീഠങ്ങൾ അവരെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ ബാലിക ബാലന്മാരെയും ഞങ്ങളിതാ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, വികലതകൾ ബാധിച്ച കുട്ടികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വഭാവ വൈകല്യങ്ങളുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, പഠന വൈകല്യങ്ങളുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമത്തിന് ശക്തിക്കും അതീതമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൈയാളുന്ന കർത്താവായ യേശുവേ,
അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങളിതാ ഏറ്റു പറയുന്നു. കർത്താവെ, ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാ രോഗപീഠകളെയും സമർപ്പിച്ചുകൊണ്ട്, വൈകല്യങ്ങളെയും കുറവുകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ വലതുകരം ഉയർത്തി എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം ശക്തി അവരിലേക്ക് ഒഴുകട്ടെ, ശക്തി പ്രവഹിക്കട്ടെ, എല്ലാ വികലതകളും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, പാലകാ വിമോചകാ സൗഖ്യമായി വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. കർത്താവായ യേശുവേ, തീരാവ്യാധികളുമായി വേദനിച്ചു കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രായാധിക്യം മൂലം വേദനിച്ചു കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, പല മരുന്നുകൾ ചെയ്തിട്ട് സൗഖ്യപ്പെടാതെ ജീവിതത്തെ ബാധകളിൽപ്പെട്ട് വിഷമിക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങളിതാ പ്രത്യേകം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, രോഗികളെ സ്നേഹിക്കുകയും അവരുടെ മേൽ അനുകമ്പ തോന്നുകയും ചെയ്ത കർത്താവെ, അനുകമ്പ തോന്നി അവരെ തൊട്ട് സുഖപ്പെടുത്തിയ യേശുവേ, എല്ലാ രോഗികളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. തീരാവ്യാധികളായി വിഷമിച്ച് കഴിയുന്ന എല്ലാ മക്കളെയും, ആശുപത്രികളിലായി രോഗപീഠകളിൽപ്പെട്ട് വിഷമിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ നിമിഷം എല്ലാ രോഗികളും കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം കർത്താവിന്റെ തിരുസന്നിധിയിൽ ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന് കിടത്തിയതുപോലെ നമ്മുടെ സമൂഹത്തിലെയും നമ്മുടെ കുടുംബങ്ങളിലെയും രോഗികളെ, രോഗപീഠകൾ മൂലം വിഷമിക്കുന്നവരെ കർത്താവിന്റെ പാദാന്തികത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശുവേ, ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക്, ഞങ്ങളുടെ തിരുപാദത്തിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, കരുണ തോന്നി അവരെ അനുഗ്രഹിച്ചതുപോലെ ഇപ്പോൾ രോഗികളായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ കൃപയുടെ കരം ഇപ്പോൾ ഈ രോഗികളുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ ശക്തിയുടെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും വലതുകരം ഉയർത്തി എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. എല്ലാവരും വലതുകര നിർത്തി. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുരക്തത്താലവരെ കഴുകേണമേ, ആത്മാവിനാലവരെ നിറയ്ക്കേണമേ.
രോഗികളെയും തിരുനെത്താലവരെ കഴുകേണമേ. ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. തിരുനെത്താലവരെ കഴുകേണമേ. ആത്മാവിനാലവരെ നിറയ്ക്കേണമേ. കർത്താവിന്റെ തിരുസന്നിധി ഈശോ പ്രത്യേകമായിട്ട് പറയുന്നു, എല്ലാ ക്യാൻസർ രോഗികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ, ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ ഇവരെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം യേശുവിന്റെ അത്ഭുതകരമായ ശക്തി ആ മക്കളിലേക്ക് പ്രവഹിക്കുന്ന സമയമാണിത്. എല്ലാവരും വലതുകരമുയർത്തി എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിന്റെ അത്ഭുതകരമായ ശക്തി എല്ലാ ക്യാൻസർ രോഗികളിലേക്കും ആവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ക്യാൻസർ സെല്ലുകൾ നിർവീര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. നാമത്തിൽ അവരെ ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, എന്റെ പുത്രന്റെ കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഒരുമയോടുകൂടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പരിശുദ്ധാത്മ ശക്തിയാൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ആശീർവദിക്കപ്പെടട്ടെ, എല്ലാ ബന്ധനങ്ങളും മോചിതമാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ ദുഃഖങ്ങൾ അകന്നു പോകട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ പീഡകൾ അകന്നു പോകട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ ദുഃഖങ്ങളും വിട്ടുപോകട്ടെ. അവരുടെ കൃപയും സമാധാനവും ഈ മക്കളിൽ വന്ന് നിറയുകയും നിത്യവരെയും കൊടുകൊള്ളുകയും ചെയ്യട്ടെ. അവരുടെ നാമത്തിന്റെ സംരക്ഷണം ഇവർക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയുടെ കരത്തിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും ഞാനിതാ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ ഇവരെ എങ്ങനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മ ഇവരെ ബന്ധിക്കാതിരിക്കുവാൻ അങ്ങയുടെ കൃപയുടെ ദൂതന്മാർ ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും കാവലായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ സംരക്ഷണം ഇവർക്ക് കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിശുദ്ധമായ ആശീർവാദം ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യദയാക്ഷം